ഏറ്റവും ശ്രദ്ധേയമായൊരു ഗാനമാണ്, ഒരു മതമൈത്രി ഗാനമാണ്. ഭീഷണമായ സമകാലിക അവസ്ഥയിൽ നമുക്ക് ഈ ഗാനം ശ്രദ്ധേയമാണ്. ഗാനം ആലപിക്കുന്നതിന് വേണ്ടി മമ്മാലിയെയും അനാമികയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളിൽ ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്ക ഭാരതത്തിൽ. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളിൽ ഉദ്യാനത്തിൽ, അതുപോലെ ഏതെല്ലാം ജാതിക്ക ഭാരതത്തിൽ. കരുത്തിട്ടു നമ്മൾ വേളുത്തിട്ടു മാണേലും കരുതേകും ചോരക്കൊരൊറ്റ വണ്ണം, ഓർത്താൽ കരളിൻ തുടിപ്പിൻ ഒരൊറ്റ ശബ്ദം.
കുസുമായി നമ്മൾ പരിശുദ്ധരായ ജയിച്ചു പോയി. താങ്ക് യു ആദിൽ, അതു, അനാമിക. കാളപൂട്ടിന്റെ അതിശയം വളരുമേ പറഞ്ഞ പൂതി എന്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നണഞ്ഞ ചേതി. കാളപൂട്ടിന്റെ അതിശയം വളരുമേ പറഞ്ഞ പൂതി എന്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നണഞ്ഞ ചേതി. ആള് എണ്ണം അനവധിയുണ്ട്, ആകെ വീതി അതിലൊരു കുണ്ട്. ആള് എണ്ണം അനവധിയുണ്ട്, ആകെ വീതി അതിലൊരു കുണ്ട്. കീഴെ വെള്ളം ചളിയതിലുണ്ട്, കാളകൾ മറ്റനവധിയുണ്ട്. കന്ന് ഒരു ജോഡി തെളിച്ച് കുടന്ന് വടിയുള്ളവരൊക്കെയും വന്ന് നുകം വെച്ച് അമച്ച് ഗണിച്ച് തെളിച്ച്. കാളപൂട്ടിന്റെ അതിശയം വളരുമേ പറഞ്ഞ പൂതി എന്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നണഞ്ഞ ചേതി. വടിയുള്ളവരൊക്കെയും വന്ന് നുകം വെച്ച് അമച്ച് കെണിച്ച് തെളിച്ച്. നേര് മൂലൻ്റെ അത് വരെ വടി വെച്ചുരച്ചു കേട്ടി. കന്നിന് നീർന്ന് മണ്ടാനിടം കൊടുക്കാതെ ജനങ്ങൾ പാറ്റി. നേര് മൂലൻ്റെ അത് വരെ വടി വെച്ചുരച്ചു കേട്ടി. കന്നിന് നീർന്ന് മണ്ടാനിടം കൊടുക്കാതെ ജനങ്ങൾ പാറ്റി. അതിശയം വളരുമേ പറഞ്ഞ പൂതി എന്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നണഞ്ഞ ചേതി. ഓരോ വാലെ പിടിച്ചിട്ട് കടിയും പൂട്ടി തീർന്നാൽ മടക്കത്തിനിടിയും.
കടഞ്ഞിട്ടൊരു ചുറ്റതിലോടി വടിയുള്ളവരൊക്കെയും കൂടി കെണി മുറ്റടി പറ്റിട് മൊട്ടിട് മുട്ട് കാറ്റ് കൊയ്യാൻ അനവധി പേര് തെളിച്ചു വന്നേ ഒപ്പും പാട്ടും വളയുമെടുത്ത് കൊടുത്തിടുന്നേ കാറ്റ് കൊയ്യാൻ അനവധി പേര് തെളിച്ചു വന്നേ ഒപ്പം തന്നെ പട്ടും വളയുമെടുത്ത് കൊടുത്തിടുന്നേ കാളപൂട്ട് കാളപൂട്ട് കാളപൂട്ടിൻ്റെ അതിശയം പലരും പറഞ്ഞ പൂതി എന്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ തിന്നണഞ്ഞ ചേതി കാളപൂട്ടിൻ്റെ അതിശയം പലരും പറഞ്ഞ പൂതി എന്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ തിന്നണഞ്ഞ ചേതി കാളപൂട്ടിൻ്റെ അതിശയം പലരും പറഞ്ഞ പൂതി എന്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ തിന്നണഞ്ഞ ചേതി. പ്രിയമുള്ളവരെ, വണ്ടൂരിലെ കഴിഞ്ഞ 30 വർഷത്തോളമായി ഒരു എളിയ പാട്ടുകാരനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇങ്ങനെ ഒരു യുഗപ്രഭാവനായ വണ്ടൂരിൻ്റെ കവിയുടെ ഒരു ഗാനം ഈ മഹത്തായ വേദിയിൽ ഈ മഹത്തായ സദസ്സിന് മുമ്പാകെ പാടാൻ പറ്റിയത് വളരെ സന്തോഷം. ഇതിന് അവസരം തന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ സഖ അടക്കമുള്ള എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ ഖൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തീരങ്ങില്ലേ ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ ഖൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തീരങ്ങില്ലേ യാ ഹബീബി എന്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ മൗത്തോളം വേർപെട്ട ജീവിതം നീയില്ലല്ലോ ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ ഖൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തീരങ്ങില്ലേ നമ്മെ രാജാവന്ന് കൽത്തുറങ്കിലടച്ചില്ലേ ഏതോ മരുഭൂവിൽ നമ്മെ കൊണ്ടിട്ടെറിഞ്ഞില്ലേ ദാഹം കൊണ്ടേറ്റം നാം തീരം നോക്കിയിരുന്നില്ലേ ഈ മണ്ണിൻ കാട്ടിൽ അന്യോന്യം വേർപെട്ടകന്നില്ലേ ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ ഖൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തീരങ്ങില്ലേ യാ ഹബീബി എന്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ മൗത്തോളം വേർപെട്ട ജീവിതം നീയില്ലല്ലോ
നമ്മുടെ ഈ ഓർക്കസ്ട്രേനെ എത്ര നമ്മൾ പോലത്തെ മതിയാവുകയില്ല. വെറും 6 പീസ് ഓർക്കസ്ട്ര വെച്ചുകൊണ്ട് 60 പീസ് ഓർക്കസ്ട്ര ആ ഒരു റിഥം നമുക്ക് തരുന്നുകൊണ്ടിരിക്കുന്ന ഇവരെ എത്ര നല്ലൊരു കൈയ്യടി. വണ്ടൂരിൻ്റെ കലയെയും കായികത്തെയും ഒരുപോലെ ജീവകാരുണ്യത്തിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഈ വണ്ടൂർ, ഈ എൻ്റെ സഹോദര സഹോദരികൾ, ഇവർക്ക് വേണ്ടി നമ്മളെ കീബോർഡ് മിസ്റ്റർ നബീൽ, bass guitar Mr. Srini, Mr. Donman guitar, Mr. Mubashir rhythm pad, Lijesh Dolak, Mr. Hakim tabla. Thank you. Next. അഴകേറുന്നോളെ വാ കാഞ്ചനമാല്യം ചൂടിക്കാം സുന്ദര രൂപണ മഹമൂദിൻ ഇവിടെ നിൽപ്പുണ്ടേ. നീനക്കടലിന്റെ അലയടിനാദം ഉയരുമ്പോൾ നീലക്കിളിയുടെ കളകളനാദം കേൾക്കുമ്പോൾ നീലാകാശത്തിന്റെ തെളിമയിൽ ചന്ദ്രൻ വിലസുമ്പോൾ മഹമൂദ് സന്തോഷത്തോടെ നോക്കി നിന്നിടുമ്പോൾ ഒഞ്ചേരും നാരികൾ മന്ദഹാസങ്ങൾ ചൊരിയുമ്പോൾ ഐഷാന്റെ ഹൃദയ പൊയ്കയിൽ കമലം വിരിയുമ്പോൾ മഹമൂദേ പോകൂ നീ ചുംബനഹർഷം നൽകൂ നീ കല്യാണരാവിന്റെ ആനന്ദാരവം കേൾക്കാനായി കല്യാണമോതിരം കൈമാറുന്നത് കാണാനായി വന്നവരെല്ലാരും ആശീർവാദങ്ങൾ നൽകുന്നേ. എല്ലാവരും ഒന്ന് കൈയടിച്ച പ്ലീസ്. മണവാളൻ മഹമൂദിന് എന്തൊരാനന്ദം പുതുനായ ആയിഷക്ക് എന്തൊരാഹ്ലാദം. പുതിയൊരു ജീവിത ഗാനം തുടങ്ങാൻ പുതിയൊരു ജീവിത രാഗം സൃഷ്ടിക്കാൻ, പുതിയൊരു ജീവിത കഥ രചിക്കാൻ. ദാമ്പത്യ പൂങ്കാവിതികൾ വന്നു നിൽക്കുന്നേ. ദമ്പതികൾ സർവ്വസുഖങ്ങളും നീരുന്നേ ഞങ്ങൾ. സുന്ദര പുതുമാരന്റെ തോട്ടം സുന്ദരി പുതുപെണ്ണിന്റെ നേട്ടം കേൾക്കുന്നു പൊട്ടിച്ചിരിയുടെ നാദം. ആരോഗ്യം ജീവിതത്തിൽ നീരുന്നേ ഞങ്ങൾ. ആസുരമാം ഭാവിനങ്ങൾ തീർന്നിടുന്നല്ലോ. ആരോഗ്യം ജീവിതത്തിൽ നീരുന്നേ ഞങ്ങൾ. ആസുരമാം ഭാവിനങ്ങൾ തീർന്നിടുന്നല്ലോ. ആരോഗ്യം ജീവിതത്തിൽ തീരുന്നേ ഞങ്ങൾ. ആസുരമാം ഭാവിനങ്ങൾ തീർന്നിടുന്നല്ലോ. ആരോഗ്യം ജീവിതത്തിൽ തീരുന്നേ ഞങ്ങൾ. ആസുരമാം ഭാവിനങ്ങൾ തീർന്നിടുന്നല്ലോ. ചെമ്പകപ്പൂ തേരിതളകരം ചന്ദിര സുന്ദര പൂമുഖമധുപം ഗസലുകൾ തൻ പൊന്നൊഴിഞ്ഞാലയിൽ ആടുന്നു സുലേഖാബീവി. മഞ്ചായ മഞ്ചുകൾ അഖിലം കഞ്ചകമേറിയ യൂസുഫ് നബിയിൽ ചെഞ്ചരിപ്പൂ മിഴി വണ്ടിനോളി കൊണ്ട് സുലൈഖാബി വനയെറിഞ്ഞേ. ചെമ്പകപ്പൂ തേരിതളകരം ചന്ദിര
മുഷിരി തളമിട്ട മലരെ യൂസഫ് നബിയെ കൊതി വലുതായി പാഞ്ഞു പിടിച്ച് പിടിച്ചു നിന്നല്ലോ. ഒരു നാളിൽ ചെറുപ്പത്തിൽ മുഷിരി തളമിട്ട മലരെ യൂസഫ് നബിയെ കൊതി വലുതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ. Thank you, Atul. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി.
ഖദീജബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി മാണിക്യമലരായ പൂവേ മഹതിയായ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി മാണിക്യമലരായ പൂവേ മഹതിയായ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. താങ്ക് യു. തുള്ളലും കിളിപ്പാട്ടും നാടൻ വയൽ പാട്ടും തള്ളിപ്പൂളത്ത് വരും ദേശമേ വള്ളിക്കൂടിലും കാടും തോടും മലമേടും വാരോളി വീശും മലയാളമേ വാരോളി വീശും മലയാളമേ തുള്ളലും കിളിപ്പാട്ടും നാടൻ വയൽ പാട്ടും തള്ളിപ്പൂളത്ത് വരും ദേശമേ വള്ളിക്കൂടിലും കാടും തോടും മലമേടും വാരോളി വീശും മലയാളമേ വാരോളി വീശും മലയാളമേ. ആറ്റിൻ കൈകളിലൂഞ്ഞാലാടും നെല്ലിൻ കുലയുടെ മലയാളം കന്നിക്കൊയ്ത്തിൽ കറ്റമെതിപ്പാട്ടെന്നും പാടണ കുഞ്ഞോളം ആറ്റിൻ കൈകളിലൂഞ്ഞാലാടും നെല്ലിൻ കുലയുടെ മലയാളം കന്നിക്കൊയ്ത്തിൽ കറ്റമെതിപ്പാട്ടെന്നും പാടണ കുഞ്ഞോളം കുഞ്ഞാലി മോസലിയാർ മങ്ങാട്ടച്ഛനൊത്ത് കൂടിപ്പുണർന്നു വാണരാജ്യമേ കുഞ്ഞാലി മരക്കാരും സാമൂതിരി രാജ കൈകോർത്ത് കഴിഞ്ഞുള്ള ദേശമേ കൈകോർത്ത് കഴിഞ്ഞുള്ള ദേശമേ. വാൾമുന കൊണ്ട് കഥകൾ രചിച്ചൊരു തച്ചോളിക്കുറുപ്പന്മാരും വാരിക്കുന്തമതേന്തി പൊരുതിയ ധീരരമാപ്പിളമാരും വാൾമുന കൊണ്ട് കഥകൾ രചിച്ചൊരു തച്ചോളിക്കുറുപ്പന്മാരും വാരിക്കുന്തമതേന്തി പൊരുതിയ ധീരരമാപ്പിളമാരും അന്നു തൊട്ടൊന്നു പോലൊരേ പാത്രത്തിൽ തിന്ന് അതിരറ്റ സൗഹാർദ്ദവും കാട്ടിയേ ആദ്യത്തെ മുസ്ലിം പള്ളി തീർത്ത് ചേരമാനും ആ സ്നേഹബന്ധത്തിൽ നിറം കൂട്ടിയേ ആ സ്നേഹബന്ധത്തിൽ നിറം കൂട്ടിയേ
താങ്ക് യു അനാമിക. മോഹപ്പത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മാർമല എടുത്ത് മധുമതിയാ മണിമങ്കക്കിണങ്ങുവൻ മണവാളനിത വരുന്നേ മലർമിഴിയിൽ കനവുകൾ ഒതിത്ത് തളിർമാനം തുടിത്ത് തൂകിൽ നോറിഞ്ഞോടത്ത് മണമേലും മാറയ്ക്കകം തന്നെ പുത്തൻ മണവാട്ടി കൊളുങ്ങി നിന്നേ മനസ്സകമിൽ മോഹപ്പത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മാർമല എടുത്ത് മധുമതിയാ മണിമങ്കക്കിണങ്ങുവൻ മണവാളനിത വരുന്നേ താരുണ്യം പൂത്തുലയുന്നൊരു പെണ്ണിനിണങ്ങും പൂവാലൻ ലാവണ്യം പെൺപടിക്കനവിൽ കണ്ടതുപോലൊരു മണവാളൻ തീരുണ്ണ പാറിയണഞ്ഞു ചീലൊഴുകുന്നൊരു മധുലോലൻ താരുണ്യം പൂത്തുലയുന്നൊരു പെണ്ണിനിണങ്ങും പൂവാലൻ ലാവണ്യം പെൺപടിക്കനവിൽ കണ്ടതുപോലൊരു മണവാളൻ തീരുണ്ണ പാറിയണഞ്ഞു ചീലൊഴുകുന്നൊരു മധുലോലൻ അല്ലിമലർക്കിളി കൊത്തൊരു മണവാളൻ നൽകി പുളകൾ കുളിർ നിറഞ്ഞ് അരികിലടുക്കും നിന്റെ കളിത്തോടൻ അനുരാഗം പുതു ചൊല്ലിരുന്നിട്ട് മാനസം അവരും മാറി മോഹിച്ച് കിട്ടിയതോടെ മാനസാകമിൽ മോഹപ്പത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മാർമാല എടുത്ത് മധുമതിയാ മണിമങ്കക്കിണങ്ങുവൻ മണവാളനിത വരുന്നേ മാനിപ്പം പെണ്ണെ സുറുമ കണ്ണാലൊളിയം നിറയണം മാണിക്യക്കണ്ണെ നിങ്ങളുടെ മാറിന് കൽപ്പ് കൊടുക്കണം ഓളിനി പുഞ്ചിരി കൊണ്ടൊരു ചീരനെ വെച്ചു വിളമ്പേണം മാനിപ്പം പെണ്ണെ സുറുമ കണ്ണാലൊളിയം നിറയണം മാണിക്യക്കണ്ണെ നിങ്ങളുടെ മാറിന് കൽപ്പ് കൊടുക്കണം ഓളിനി പുഞ്ചിരി കൊണ്ടൊരു ചീരനെ വെച്ചു വിളമ്പേണം മണിയറയിൽ പുതുവട്ട വിരിക്കണം മുത്തടിമാരെ നൂത്തരടിച്ച് മോഹങ്ങൾ പങ്കിക്കല് നിൽക്കണം പത്തിരമാറ്റത്തിനൊത്തൊരു കിളി നാണം കൊടുങ്ങിടേണ്ട താരോയിലക്കിടേണ്ട മനസ്സകമിൽ മോഹപ്പത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മാർമാല എടുത്ത് മധുമതിയാ മണിമങ്കക്കിണങ്ങുവൻ മണവാളനിത വരുന്നേ മലർമിഴിയിൽ മോഹപ്പത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മാർമാല എടുത്ത് മധുമതിയാ മണിമങ്കക്കിണങ്ങുവൻ മണവാളനിത വരുന്നേ മലർമിഴിയിൽ കനവുകൾ ഉദിത്ത് തളിർമാനം തുടിത്ത് തൂകിൽ നോറിഞ്ഞോടത്ത് മഴയേറും മാറയ്ക്കകം തന്നെ പുത്തൻ മണവാട്ടി കൊളുങ്ങി നിന്നേ മനസ്സകമിൽ മോഹപ്പത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മാർമാല എടുത്ത് മധുമതിയാ മണിമങ്കക്കിണങ്ങുവൻ മണവാളനിത വരുന്നേ താങ്ക് യു, താങ്ക് യു. സഹോദര സഹോദരികളെ, നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ഈ പാട്ട് മനസ്സകമിൽ മൂന്നാളും പാടിയല്ലോ. അത് ആസ്വദിക്കുന്നത് കേട്ടപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഖത്തറിൽ വന്നപ്പോഴും ഇതുപോലെ മറ്റുള്ള പരിപാടിയിൽ വൈദ്യർ സ്മാരകത്തിൽ മോയിൻകുട്ടി വൈദ്യർ അക്കാദമി കൊണ്ടോട്ടിയിൽ ഇങ്ങനൊരു സംഭവം ഞാൻ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നല്ല പാട്ടുകളുണ്ടായിരുന്നു. 50 വർഷത്തോളമായി ഫസിലിത്ത നമ്മുടെ ഈ മാപ്പിള പാട്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും വലിയ സീനിയർ ഗായികയാണ് ഫസിലിത്ത. നല്ലൊരു കൈയടി. അപ്പോൾ പഴയകാല അനുഭവങ്ങൾ ഒരുപാട് ചെറുപ്പക്കാർ നമ്മളുണ്ട്, യൂത്ത് ഇവിടെ ഉണ്ട്. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞ് സീനിയർ സിറ്റിസൻസ് ഇവിടെ കാണുന്നു.
അവരൊക്കെ ഒരുപാട് ആ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഓടി നടന്ന കാലങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് ഫസീലത്തെ നമുക്കൊന്ന് കൊണ്ടുപോയിക്കൂടെ അല്ലേ? കുറച്ച് ആ പഴയ പാട്ടുകൾ നമുക്ക് വേദികളൊന്നും നമുക്കൊന്ന് കിട്ടിയെന്ന് വരില്ല. ഇത്രയും വലിയ പാട്ടുകൾ പാടാനുള്ള ഒരു മുഴുവൻ പാട്ടും പാടാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ വണ്ടൂർക്കാർക്ക് നല്ലൊരു ഭാഗ്യമെന്ന് പറയട്ടെ, കലയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഫസീലത്തേൻ്റെ ഒരു പഴയ പാട്ടുകളിലേക്ക് കുറച്ച് നമുക്ക് കൊണ്ടുപോകാം. കഴിഞ്ഞ വർഷം നമുക്കത് ചെയ്ത് ഫസീലത്തേനെ വിളിച്ചിരുന്നു. ആ സമയത്ത് മലപ്പുറം സമ്മേളനത്തിൻ്റെ ആ സമയത്ത് ഫസീലത്തെ ദുബായിലായിരുന്നു മക്കളുടെ കൂടെ. ഇപ്പോൾ നമുക്ക് വണ്ടൂർക്കാർക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഫസീലത്തെ കഴിഞ്ഞ ആഴ്ച ദുബായിൽ പോകേണ്ടതായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യും, വണ്ടൂർ കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒന്നാണ്. അപ്പോൾ നമ്മളൊരു ഭാഗ്യം നമുക്ക് പഴയ പാട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. അനുഭവങ്ങളും ഉണ്ടായി. MS ബാബുരാജിനെ കൊണ്ട് നല്ല അനുഭവം ഉണ്ടാകാം. ഒരുപാട് നല്ല നല്ല പാട്ടുകാരോടും മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ യേശുദാസ് ദാസായിട്ട് അടക്കമുള്ള പാട്ടുകളെ പാടിയുള്ള അനുഭവം ഉണ്ടായിരിക്കാം. കുറച്ചൊരു 10 മിനിറ്റ് നേരം ഇവിടെ കാണുന്ന ഒരുപാട് സീനിയർ, അതേപോലെ ഒരു 60 വയസ്സ് കഴിഞ്ഞ് എന്നെപ്പോലെ ഒരുപാടുണ്ട്. ആ കാലഘട്ടത്തിൽ 70-ലും 80-ലും 85-ലും പാടി നിന്ന ആ പാട്ടുകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സന്തോഷല്ലേ? സിത്തർ ബാപ്പുക്കയുടെ അനുഭവം, MS ബാബുരാജ് 4 വർഷം അറിയാം, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ പാട്ട് വിശ്വപ്രപഞ്ചത്തിൽ, ആ പാട്ടിൻ്റെ ഒരു അനുഭവം 2 വരി പറഞ്ഞതിന് ശേഷം ആ 4 വരി പാടും. എപ്പോഴാണ് പാടിയത്? ആരാണ്? ഞാൻ ബാബുക്കയുടെ കൂടെ പാടിയത് 76-ലാണ്. വീൻകുട്ടി മാഷെ കൂടെ അന്ന് ബാബുക്ക പാട്ട്, കാരണം മഹാനായ ഒരു സംഗീതജ്ഞനാണല്ലോ. അപ്പോൾ ആ വലിപ്പമൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങളന്ന് കുട്ടികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ബാബുക്കയുടെ ആ വലിപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പലതും തമാശയും കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോഴും മാഷ് പറയും, അത് വലിയ ഒരു ആളാണെന്നൊക്കെ. പക്ഷെ ഞങ്ങളെ കൂടെ ബാബുക്ക് അതുപോലെ തന്നെ സംസാരിക്കും, കളിക്കും, ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ റെക്കോർഡ് ഗാനാണത്. ഞങ്ങൾ സ്റ്റേജിൽ ബാബുക്ക ഉദ്ഘാടനം ചെയ്യും, കാരണം വലിയൊരാളാണല്ലോ. അപ്പോൾ ഞങ്ങളെ കുട്ടി മാഷക്കുണ്ട്. അപ്പം അങ്ങനെ പാടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ പാട്ട് ബാബുക്കയാണ് പാടുക. അതുപോലെ അങ്ങനെ തുടർന്ന് പിന്നെ ഞാൻ ബാബുക്കയുടെ കൂടെ എനിക്കൊരു ഭാഗ്യം കിട്ടി. വിശ്വപ്രപഞ്ചത്തിനായ PT അബ്ദുറഹ്മാൻ സാഹിബിന്റെ രചനയിൽ വന്ന് MS ബാബുരാജിന്റെ ഈണത്തിൽ വിശ്വപ്രപഞ്ചത്തിനാകെ റസൂലേ വിശ്വാസികൾക്ക് ഹബീബേ കരിമേഘമാലയിരുൾ തീർത്ഥമാനത്ത് കനിവായി വിടർന്ന നീലാവേ. PT അബ്ദുറഹ്മാൻ സാഹിബ് കവിരത്നം എന്ന വാർഡ് ഖത്തറിൽ വന്ന് ആദ്യമായി ഗൾഫ് നാടുകളിൽ ഒട്ടകം എന്താണെന്നറിയാതെ ഒട്ടകത്തിനെ കുറിച്ച് ഒട്ടകങ്ങൾ വരിയായി പാടിയ എഴുതിയ ഒരു കവിയായിരുന്നു PT അബ്ദുറഹ്മാൻ സാഹിബ്. ഇപ്പോൾ ഫസിലിറ്റി വന്നിരുന്നു ആ കാലഘട്ടത്തിൽ. ആ കാലത്ത് നിങ്ങൾക്കറിയാം 72, 73 കാലഘട്ടങ്ങളിൽ ഈ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ചെന്നൈയിൽ, ഇപ്പോൾ മെഡ്രാസിൽ മാത്രമേ പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്നുള്ളൂ. ഈ എളിയവൻ അവിടെ പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോൾ 1 രൂപയ്ക്ക് ചായ കുടിച്ച് 2 രൂപ കൊടുത്ത് ആ കേസറ്റിൽ കേട്ട ഒരു പാട്ടുമുണ്ട്, മറക്കാൻ സാധിക്കില്ല. PT അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം പാഠം. ആമിന ബീവിക്കും ആമിന ബീവിക്കു മനമോനെ ആരിലും കനിയും ഇമ്പത്തേനെ. ആമിന ബീവിക്കു മനമോനെ ആരിലും കനിയും ഇമ്പത്തേനെ. ആലങ്ങൾക്കാകെയുള്ള റസൂലേ ആദിയോൻ പുകഴ്ത്തും ഹബീബേ. ആലങ്ങൾക്കാകെയുള്ള റസൂലേ ആദിയോൻ പുകഴ്ത്തും ഹബീബേ. ആമിന ബീവിക്കു മനമോനെ ആരിലും കനിയും ഇമ്പത്തേനെ. വരാൻ പോണ പാട്ട് ആർക്കും മറക്കാൻ സാധിക്കില്ല. ആ പഴയ കാലത്തിലേക്ക് കുട്ടിമാഷിന്റെ കിരികിരി ചെരുപ്പുകൾ ആർക്കാ മറക്കാൻ സാധിക്കുക? ഞാൻ ആദ്യമായി പാടിയ പാട്ടാണ് 1970. 70-ൽ. വയസ്സ് കണക്കൂട്ടുണ്ട് കേട്ടോ. എത്ര വർഷമായി പാട്ടെന്നുള്ളത്? ഓക്കെ ഫസിലിത്ത പ്ലീസ്. ഞാൻ അന്ന് ഖത്തറിൽ വെച്ചിട്ട് പാടിയപ്പോൾ പാടിയ പാട്ട് പാടിയ പാട്ട് 78-ൽ ഈസക്കൻ്റെ വൈഫ് നസീമ, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടായി. ഇപ്പോഴും അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതൊന്നുകൂടെ പാടാം. കിരികിരി ചെരുപ്പും മെല്ലാണഞ്ഞുള്ള പുതു
രാവിൽ ഞാൻ കാപം ഞാൻ കിനാവ് കണ്ടെന്ന പാട്ട് ആർക്കും മറക്കാൻ സാധിക്കില്ല. ആ പാട്ട് ഹജ്ജിന്റെ അച്ഛൻ്റെ രാവിൽ ഞാൻ കഴപം കിനാവ് കണ്ട് ചതച്ച് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട് അച്ഛൻ്റെ രാവിൽ ഞാൻ കഴപം കിനാവ് കണ്ട് ചതച്ച് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഔലുൽ കൗസർ കുടിക്കാനേ എനിക്ക് ദാഹം അച്ഛൻ്റെ രാവിൽ ഞാൻ കഴപം കിനാവ് കണ്ട് ചതച്ച് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട്. KS ഖാദറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആർക്കും മറക്കാൻ പറ്റാത്ത എന്നും നമ്മൾ എന്നും എല്ലാ ഗാനങ്ങളിലും പാടുന്നൊരു പാട്ടുണ്ട്. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപര നബിയം ഹബീബുള്ള ഇറയോന്റെ തണിയെ സൊല്ലല്ല ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപര നബിയം ഹബീബുള്ള ഇറയോന്റെ തണിയെ സൊല്ലല്ല മർഹബ യാ നൂറ ഐനി മർഹബ യാ ജദൽ ഹുസൈനി മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ മർഹബ മർഹബ. അടുത്തത് പുല്ലങ്കോടിന് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവാർഡുകളൊക്കെ വാങ്ങി നമുക്ക് കൊടുത്ത ആദരം അവരെ പാട്ടുണ്ട്. പൂച്ചിരി കളിച്ചിരി പൂച്ചിരി കളിച്ചിരി തേൻ ചിരി കാട്ടി പുഞ്ചിരിക്കും പുതുനാരി പൂതള മാതള കവിളിണ രണ്ടിൽ പൂതി പൂത്ത പുതുനാരി പൂച്ചിരി കളിച്ചിരി തേൻ ചിരി കാട്ടി പുഞ്ചിരിക്കും പുതുനാരി പൂതള മാതള കവിളിണ രണ്ടിൽ പൂതി പൂത്ത പുതുനാരി. 1978 ആദ്യമായി ഗൾഫ് പര്യടനം നടത്തിയ ഒരു 10 ടീം ഉണ്ടായിരുന്ന സമയത്ത് കൃഷ്ണദാസ് മാസ്റ്ററും BM കുട്ടി മാഷും ഒക്കെയുമായി ഒരുമിച്ച് വന്ന ആ കാലഘട്ടത്തിൽ മറക്കാൻ സാധിക്കില്ല. ആ പാട്ട് തൗബക്കൊരു വാതിൽ പ്ലീസ്. തൗബക്കൊരു വാതിൽ ഉണ്ടെങ്കില വാതിൽ തൗഫീഖ് കൊണ്ട് പൂറക്കൻ റഹ്മാനേ മരണം വന്നെൻ്റെ തീരശീല വീഴുമ്പോൾ തരണം സലാമേ എനിക്ക് പടച്ചോനെ തൗബക്കൊരു വാതിൽ ഉണ്ടെങ്കില വാതിൽ തൗഫീഖ് കൊണ്ട് പൂറക്കൻ റഹ്മാനേ. ഗൾഫ് നാടുകളിൽ നിങ്ങൾ വരുമ്പോൾ എല്ലാ വേദികളും പാടാൻ ഒരു പാട്ടുണ്ട് ഇലാഹിയ. വളരെ ഹിറ്റ് പാട്ടാണ്. ഇലാഹിയ ഇലാഹിയ ഇലാഹി ഇലാഹി തൗബതൻ ഖബലൽ മമാതി കരൾ പൊട്ടി വിളിപ്പൂ ഞാൻ ഇലാഹി കര കാട്ടി തുണയ്ക്കെന്നെ ഇലാഹി. ഒരു പാട്ടുണ്ട്, അത് ഏറെ ഗായിക പാടിയിട്ടുണ്ടെങ്കിലും കൂടി നിങ്ങളാണത് ഏറ്റവും കൂടുതൽ വേദികളിൽ എല്ലാ ഗാനമേളകളിലും പാടിയത്. ആ പാട്ട് അറിയാം നിങ്ങൾക്ക്. മംഗമൺ മംഗമണിയറക്കുള്ളിൽ കടന്നപ്പോൾ മങ്ങിയണി കണ്ടളിൽ നാണം വിടർന്നപ്പോൾ തങ്കത്തരിവള കയ്യാൽ മുഖം പൊത്തി താമര തരിളം തുണ്ടിൽ ചിരി തത്തി മംഗമണിയറക്കുള്ളിൽ കടന്നപ്പോൾ മയ്യണി കണ്ടളിൽ നാണം വിടർന്നപ്പോൾ. അവസാനമായ ഒരു പാട്ടും കൂടി. ശാന്ത ഭാഷയെ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. ശാന്ത ഭാഷ പറയുമ്പോൾ എനിക്കും ഫസിൽത്തിക്കും ആ ഒരു ഓർമ്മ മറക്കാൻ സാധിക്കില്ല. ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് വരാനുള്ള ശാന്ത ഭാഷയ്ക്ക് ഒരു അവാർഡ് നൽകാൻ വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൽ കയറിയ ശേഷം ഫസിലിറ്റിയും അടക്കമുണ്ട്, മറ്റുള്ള ഗായകരും ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. മറക്കാൻ പറ്റാത്ത അനുഭവം.
എല്ലാവരും ഫ്ലൈറ്റിൽ കയറിയ ശേഷം ഫ്ലൈറ്റ് അബുദാബിയിൽ ഇറക്കപ്പെട്ടു. ചാന്ദുബാഷ് സാഹിബിന് ഒരു നെഞ്ഞുവേദന വന്ന് അവിടെ ഇറക്കി ചികിത്സയ്ക്കായി അവിടെ കൊണ്ടുപോവുകയും മറ്റുള്ള കലാകാരൻ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫ്ലൈറ്റിൽ വന്നതിന് ശേഷം ആ ഫ്ലൈറ്റിൽ ഖത്തറിലേക്ക് വന്നപ്പോൾ ഈ മറ്റുള്ള കലാകാരൻ ഫസീലത്ത് അടക്കം ഒരു മൂഡ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം നീട്ടിവെക്കേണ്ടി വന്നു ആ ഗാനമേള. കരിയുന്ന മുഖമുള്ള കണ്ണീരോടെയാണ് എയർപോർട്ടിൽ നമ്മൾ സ്വീകരിച്ചത്. കാരണം ചാന്ദുബാഷ് അന്ന് പാട്ടുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസൊന്നും ഇല്ലാത്ത കാലഘട്ടം. എവിടെ വിളിക്കും, ആർക്ക് വിളിക്കും. പക്ഷേ ഫ്ലൈറ്റിൽ നിന്ന് ഒരാൾക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ചാന്ദുബാഷിനെ അവർ എമർജൻസി ആയിട്ട് കൊണ്ടുപോകലുണ്ടായി. അപ്പോൾ ആ പാട്ട് ചാന്ദുബാഷി വന്നതിന് ശേഷം പിറ്റേ ദിവസം 2-ാം ദിവസം രാവിലെ സുഖം പ്രകടിച്ച് വീണ്ടും വന്നതിന് ശേഷമാണ് കലാപരിപാടി നടത്തപ്പെട്ടത്. മറക്കാൻ പറ്റില്ല. അന്ന് റിഹേഴ്സൽ എന്നെ വിളിച്ചപ്പോൾ യാസീനോദി ദുഹാറിന് കൊണ്ടിരിക്കുന്ന ഫസീലത്തിയെ കണ്ണുകളാണ് എനിക്ക് കാണാൻ സാധിച്ചു. റൂമിൽ വരുമ്പോൾ റിഹേഴ്സലിൽ പോലും വന്നില്ല ഫസീലത്ത്. യാസീനോദി കൊണ്ട് ചാന്ദുബാഷി കഴിഞ്ഞ 2 വർഷം കഴിച്ചു ഇവിടെ പറഞ്ഞു. ആ അവസാനമായി ആ ചാന്ദുബാഷിന്റെ ആ പാട്ടിലേക്ക് ആലം മടങ്ങൽ ആ പാട്ട്. ആലം ആടങ്ങൾ അമ്മത്തറ മാനെ അടിയങ്ങൾ കാലം മേകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ. ആലം ആടങ്ങൾ അമ്മത്തറ മാനെ അടിയങ്ങൾ കാലം മേകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ. തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ. തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ. താങ്ക് യു. നല്ലൊരു കൈയടി ഫസിൽത്താക്ക് വേണ്ടി, നല്ലൊരു കൈയടി പ്ലീസ്. താങ്ക് യു ഫസിൽത്ത. പഴയ കാലഘട്ടത്തിൽ കൂട്ടിക്കൊണ്ട് പഴയ ഒരു വേദനയായ അനുഭവത്തിൽ നമ്മൾ അവസാനിപ്പിച്ചു വിഷമിക്കുന്നത്. അതിൽ ഏതായാലും നിങ്ങൾ പ്രത്യേകം നന്ദി പറഞ്ഞു. വണ്ടൂരിൻ്റെ പേരിലും പുലിക്കോട്ടിൻ്റെ ഒരു എളിയ ഭാരവാഹി എന്നുള്ള പേരിലും നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എപ്പോഴും ഈ പുലിക്കോട്ടിൻ്റെ ഹൈദർ സ്മാരകത്തെയും അതേപോലെ ഈ വണ്ടൂർക്കാരെയും ഒന്നും മറക്കാതെ എപ്പോഴും വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. ഇതുപോലെ 2-3 പാട്ടുകൾ കഴിഞ്ഞതിന് ശേഷം മൺമറഞ്ഞു പോയ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് ഓർക്കാനുണ്ട്. അവരൊക്കെ ഈ 2 പേര് പാടുന്നതിൽ അവരെ കുറിച്ചൊക്കെ ആ നല്ലൊരു പാട്ടുകൾ നിങ്ങൾ എന്നും നിങ്ങളുടെ ചുണ്ടിൽ നിൽക്കുന്ന ആ പാട്ടുകളൊക്കെ അവിടെ പാടുന്നതായിരിക്കും. ജസ്റ്റ് ഫോർ 2 to 3 ലൈൻസ് എല്ലാ ഗായകന്മാരും പാടുന്നതായിരിക്കും. ഇതൊന്ന് ഈ രാവ്, ഈ ദിവസം നമുക്ക് തേനീശൽ രാവ് എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത ഒരു രാവായി നമുക്ക് മാറണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എനിവേ, ബാക്ക് ടു മിസ്റ്റർ ബന്ന, അസ്നൽ ബന്ന. അസ്നൽ ബന്ന എൻ്റെ സുഹൃത്തും കൂടിയാണ്. ഖത്തറിലെ പ്രവാസി, ഇപ്പോഴും പ്രവാസി തന്നെയാണ്. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റ് ഖത്തറിൽ വരുമ്പോൾ അദ്ദേഹമായിരുന്നു അന്ന് കമ്പയർ ചെയ്തിരുന്നത് എല്ലാം എൻ്റെ കൂടെ നിന്ന്. ഇന്ന് ഖത്തറിൽ നാട്ടിലും ഈ മണ്ണിൽ വണ്ടൂരിലും എൻ്റെ ഒപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ ഒരു സംഭവം ഒരു ഗാനമേള ഒരുക്കാൻ എൻ്റെ കൂടെ നിന്നതിൽ അസ്നൽ ബന്ന സാഹിബിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ഇസക്ക. ദാസേട്ടൻ പാടി ജനകീയമാക്കുന്നതിന് മുമ്പ് ഇതേ ട്യൂണിൽ തന്നെ എസ് എം കോയെ പാടിയിരുന്നു. പക്ഷേ എസ് എം കോയൊക്കെ തന്നെ ആദ്യമായി പാടിയ ഒരു ട്യൂണുണ്ട്, ആനേ മദനപ്പൂ. ഞങ്ങൾ അതിൽ നിന്നും തുടങ്ങി ഇപ്പോൾ പാടിയ ഈ ട്യൂണിലേക്ക് വരികയാണ്. പൂക്കാനി തേനാളെ ആനേ വാദന പൂക്കാനി തേനാളെ അടങ്കൽ വാഴി വട്ടാറണെ ഇന്നാളെ ബാലപൂരി ഹുസ്നുൽ ജമാലോടിപ്പോ ബദറുൽ മുനീറുറ്റ പായകമപ്പോ
കുന്ന പായക്കം കേട്ട് ദേഹം തളർച്ച കൊണ്ടുരയുന്നോട്ട് കാലം മല ബന്ധരണങ്കരി ദേശ കടുപ്പം കടന്നോടുന്നൊരു പരിസ താളം താളം വീശിമടക്കും തകലിക തകിക തേത്താ ആനേ വാദന പൂകാനി തേനാനേ
നിറഞ്ഞാനെ വിരിഞ്ഞ കാനീരിന്നാൻ സാധിച്ചില്ലല്ലോ നേരെ. ഒരുക്കം കഴിഞ്ഞ് പുറപ്പെട്ടിറങ്ങിയേറും ഇരുമിഴിനീരും ഒഴുക്കി ഞാൻ ഇക്കുയിന്ന് കാരക്ക് കേറും. വരട്ടിടാതൊന്നും വരാതെ കഴിയുന്ന വേഗം നമുടെ മോഹം തമ്മിൽ കാണിന്നെല്ലാം തീർത്ത് താരട്ടേകൻ. വിണ്ടോരു പൂമരം നട്ട് വളർത്തി ഞാനെ മധു നിറഞ്ഞാനെ വിരിഞ്ഞ കാനീരിന്നാൻ സാധിച്ചില്ലല്ലോ നേരെ. കണ്ടവൻ വീട്ടോക വെച്ചപ്പോൾ വന്നിടട്ടെ നമിലടങ്ങിയിട്ട് പരിതാപം തീർത്ത് കാത്ത് രക്ഷിച്ചിടട്ടെ. വിണ്ടോരു പൂമരം നട്ട് വളർത്തി ഞാനെ മധു നിറഞ്ഞാനെ വിരിഞ്ഞ കാനീരിന്നാൻ സാധിച്ചില്ലല്ലോ നേരെ. പണ്ടവൻ വീട്ടോക വെച്ചപ്പോൾ വന്നിടട്ടെ നമിലടങ്ങിയിട്ട് പരിതാപം തീർത്ത് കാത്ത് രക്ഷിച്ചിടട്ടെ. ഒരു കുമാരം നട്ട് വളർത്തി ഞാനെ മധു നിറഞ്ഞാനെ വിരിഞ്ഞ കാനീരിന്നാൻ സാധിച്ചില്ലല്ലോ നേരെ. പണ്ടവൻ വീട്ടോക വെച്ചപ്പോൾ വന്നിടട്ടെ നമിലടങ്ങിയിട്ട് പരിതാപം തീർത്ത് കാത്ത് രക്ഷിച്ചിടട്ടെ. വാ. ഞാൻ ഒന്ന് ഇടപെടുക. ഈ ഗാനം ഇങ്ങനെയൊക്കെ ഉണ്ടാകാനും ഗാനമേള ഉണ്ടാക്കാനും ഒക്കെ ഈ കമ്മിറ്റിക്കോ മറ്റു ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു ചെലവുമില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ ചെലവൊക്കെ വഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത്. ഞാൻ കിഡ്നി മാറ്റി വെച്ച ഒരാളാണ്. എപ്പോഴാണ് മരിച്ചതെന്ന് അറിയില്ല. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഗാനമേള നടത്തുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പെണ്ണുങ്ങളെ കിഡ്നി മാറ്റി വെച്ചിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഈ സഖാനോട് എനിക്കൊരു അഭ്യർത്ഥന. ഞാനൊരു ഞങ്ങൾ തങ്ങന്മാരെ കുറേ ബഹുമാനിച്ചതുമുണ്ട്, കാണാൻ ചൊറുക്കില്ല എന്നുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥന, ഒരു പാട്ട് നിങ്ങളൊന്ന് പാടിയിട്ട് ഈ ആൾക്കാരൊക്കെ ആക്കുന്നുണ്ടല്ലോ, ഒരു പാട്ട് നിങ്ങളൊന്ന് പാടണം എന്ന് ഞാൻ റിക്വസ്റ്റാണ്. നിങ്ങളിത് കേട്ടിട്ടില്ലേ, കുരുത്തക്കേട് പറ്റുമെന്ന് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങൾ വലിയ വാക്കൊന്നും പറയല്ലേ. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഒരു ഗാനമേളയല്ല, ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളിത് അംഗമാണ്. നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ അതിൽ കയറി പാടുന്നത് സുഖമില്ല. കാരണം നിങ്ങൾ ഗസ്റ്റായിട്ട് ഒരു 10-11 വർഷം മുമ്പ് ഞാൻ ഇവിടെ അങ്ങാടിയിൽ വന്ന് പാടിയതാണ്. അനിൽകുമാർ സാർ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ചെയ്യുന്ന സമയത്താണ് തോന്നുന്നു. ഞാനിവിടെ നിങ്ങൾ ക്ഷണം സ്വീകരിച്ച് പ്രത്യേകിച്ച് ജമീലൊക്കെ ഉള്ളപ്പോൾ ജമീലൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് ഒരുപാട് ഗസ്റ്റായിട്ട് ഒന്ന് പാടി. പക്ഷേ ഇത് നമ്മൾ അതിന് പ്ലാനും ചെയ്തിട്ടില്ല. മാത്രമല്ല നമ്മളിതിൻ്റെ സംഘാടകരാണ്. അതിൻ്റെ പേരിൽ അവർക്ക് അവസരം കൊടുത്ത് അവരിൽ നിന്ന് കൂടുതൽ ഔട്ട്പുട്ട് വാങ്ങലായിരുന്നു നല്ലതില്ല. അതുകൊണ്ടാണ്, വേറെ ഒന്ന് വാശി അങ്ങനെ. ഞാൻ ഗായകനൊന്നുമല്ല, ചെറിയൊരു സംഘാടകനാണ്. അതിനിടക്കൂടെ ചെറുപ്പകാലങ്ങൾ തൊട്ടേ ഈ ഗാനമായിട്ട് നടക്കുന്ന ഒരു സ്കൂളും കോളേജിലൊക്കെ ഉണ്ടാവും ഒരു ഒന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ, അതൊന്നുമല്ല. നാഗുറനിഫ് എനിക്ക് വളരെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കവികൾ, തമിഴിലെ കവികൾ അറിയാലോ, എൻഡ് ഓഫ് ദി ഡേ, എൻഡ് ഓഫ് ദി ആ പാട്ടിൻ്റെ അവസാനം വലിയൊരു മെസ്സേജ് കൊടുത്തിട്ടാണ് ഈ മാപ്പിളപ്പാട്ടായാലും മുസ്ലിം ഗാനങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് നമ്മളെ മോള് അനാമിക്കോട് പാടിയതാണ്. അത് സ്റ്റൈല് വേറെ, ഈ സ്റ്റൈല് വേറെ. ജസ്റ്റ് ഒന്ന് പാടി നോക്കും. ഇതിൽ മീഡിയ വണ്ണിലൊക്കെ പാടിയപ്പോൾ ഞാൻ കുറേ ചെറിയ തിരുത്തുകളും കാര്യങ്ങളൊക്കെ തിരുത്തി കൊടുത്തിരുന്നു. ആ കുട്ടികളൊക്കെ തിരുത്തി വളരെ ഭംഗിയായി പാടി. അത് പ്രത്യേകിച്ച് മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ നാഗുറനിഫയ്ക്ക് ഒരു റൗണ്ട് തന്നെ ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം പട്ടുമാലിൽ നമുക്ക് വലിയൊരു സംഭവം കൈരളി തന്നാലും മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം
ഒരുപാട് പി ടി അബ്ദുറഹ്മാൻ സാഹിബും ചാന്തുപാഷ റൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റൗണ്ട്സ് ഉണ്ടാക്കി. മാത്രമല്ല നാഗൂർ അനീഫയ്ക്ക് വേണ്ടി തമിഴ്നാട്ടിൽ കിടക്കുന്ന എങ്ങോ ജീവനോട് സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ നാഗൂർ അനീഫയ്ക്ക് വേണ്ടി റൗണ്ട്സ് ഉണ്ടാക്കി വളരെ ഭംഗിയായി കേരളത്തിലുള്ള എല്ലാവരും ആ പാട്ടുകൾ ആസ്വദിക്കാനും സാധിച്ചു. 4-5 വർഷമായി നമ്മൾ പിരിഞ്ഞിട്ട് നാഗൂർ അനീഫ ഫാത്തിമ വാഴ്ന്ന പറയും അനാമിക മോള് പാടി നന്നായി പാടി. എന്നാലും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കൂടി നമുക്ക് അത് എങ്ങനെയാണോ ഇതിൽ പാടിയത് അതേ സ്റ്റൈലിൽ പാടുന്നില്ല. നമ്മൾ സ്റ്റൈലായിട്ട് പാടാം. അതിൽ വിരുത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ വിരുത്തമൊക്കെ വന്ന് പാടുമ്പോൾ കുറച്ചുകൂടി നന്നാവും. ലിറിക്സൊക്കെ മോള് നന്നായി പാടി. അതായത് ആ പാട്ടൊന്നും കൂടി പാടുകയാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. ഇവിടെ വന്നപ്പോൾ അള്ളാഹു നാം തൊഴുതാൽ പാടിയിരുന്നു. അതേപോലെ തന്നെ പാലിബനം താണ്ടി പോകലാമി കഴിഞ്ഞ 4 മാസം മുമ്പ് കോഴിക്കോട് പാടിയിരുന്നു. അത് ഓർമ്മയ്ക്ക് വേണ്ടി. ഇപ്പോൾ ഫൈസൽ മാഷും അതേപോലെ ഞാൻ സ്നേഹിക്കുന്ന ആശ എന്ന സംഘടനയിൽ, അതുപോലെ ഇതുപോലത്തെ ഇഷൽമാലയുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ സഹോദരനൊക്കെ വളരെ എന്നോട് ചോദിക്കുന്ന ഒരു സംഭവമാണ് പാട്ട് നാഗൂറിനെ കുറിച്ചുണ്ടാവുന്നത്. അത് പാടി നോക്കിയാണ്. ഗായകനല്ല, തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കലാകാരന്മാർക്ക് എല്ലാവർക്കും നല്ലൊരു കൈ. കാരണം അവർ വണ്ടൂർക്ക് വരുമ്പോൾ ലക്ഷ്യങ്ങളൊന്നും ചെലവായിട്ടില്ല കേട്ടോ. നിങ്ങൾ പറയുന്ന മാതിരിയൊന്നുമല്ല. സാധാരണ നിലയ്ക്കുള്ള ചെറിയൊരു പൈസ വാങ്ങിയിട്ട് മാത്രമേ അവരൊക്കെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇത് വിളിച്ചപ്പോൾ അങ്ങനൊന്നും ഒരു വലിയൊരു ഇതിലൊന്നും ഇവിടെ ചെലവൊന്നും വന്നിട്ടില്ല. വളരെ അത് ഞാൻ തുറന്നു പറയുകയാണെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ ഇവിടെ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ച മ്യൂസിഷ്യൻസും അതേപോലെ പാട്ടുകാർക്കും ഈ മരമണിക്കൂറോട് നമുക്ക് നമുക്ക് പാടാം. അവർ പാടുന്നതായിരിക്കും. അവർക്ക് നല്ലൊരു കൈയടി പ്ലീസ് അവർക്ക് വേണ്ടി. ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. உத்தம திருநபியின் மகளல்லவா? உத்தம திருநபியின் மகளல்லவா? நமது உண்மை வீரர் அலியாரின் மனைவி அல்லவா? உத்தம திருநபியின் மகளல்லவா? உத்தம திருநபியின் மகளல்லவா? நமது உண்மை வீரர் அலியாரின் மனைவி அல்லவா? சத்தியம் காத்து நின்ற இதயம் அல்லவா? சத்தியம் காத்து நின்ற இதயம் அல்லவா? நல்ல செல்வங்களாம் ஹசன் ஹுசைன் அன்னை அல்லவா? அன்னை அல்ல. ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா.
கணவரின் சொல் வணங்கி நடந்தவரன்றோ, கணவரின் சொல் வணங்கி நடந்தவரன்றோ, பெரும் கண்ணியத்தின் இருப்பிடமாய் திகழ்ந்தவரன்றோ. கணவரின் சொல் வணங்கி நடந்தவரன்றோ, கணவரின் சொல் வணங்கி நடந்தவரன்றோ, பெரும் கண்ணியத்தில் இருப்பிடமாய் திகழ்ந்தவரன்றோ, குணமுடன் எளிய வாழ்க்கை வாழ்ந்தவரன்றோ, குணமுடன் எளிய வாழ்க்கை வாழ்ந்தவரன்றோ, நல்ல குடும்பங்களில் குலவிளக்காய் திகழ்ந்தவரன்றோ, திகழ்ந்தவரன். பாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് കവികളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അഭിജിൻ്റെ ഒരുപാട് പേര് ഈ നാലാമത്തെ വരി ഇപ്പം അടുത്ത ശരണത്തിലേക്ക് പോകുമ്പോൾ അവരുടെ വരികൾ നോക്കൂ. They have given the message to the people how to do and how to act and how to live in the country. അതാണ് പ്രശ്നം. ആ വാക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതാണ് നിർത്തിയത് ഇവിടെ. ആ 4 വരികളിൽ നോക്കൂ നമ്മൾ. ഏതൊരു പാട്ടിനും തമിഴിലെ കവികൾ, ഞാൻ എപ്പോഴും OM കരുവാരക്കുണ്ട് സാഹിബിനോടും ബാപ്പു വെളിപ്പറമ്പോടും ഇവരൊക്കെ ഞാൻ പറയാറുണ്ട്. ഷുക്കൂർ ഉടുമ്പതിൽ അടുത്ത തലമുറയിലെ കവിയാണ് ഇപ്പോൾ. അവരൊക്കെ കൂടി ഞാൻ പറയാറുണ്ട്, ഒരു എൻഡ് ഓഫ് ദി ഡേ, എൻഡ് ഓഫ് ദി സോങ് യു ഹാവ് ടു ഗിവ് എ മെസ്സേജ് ടു ദി പീപ്പിൾ. നിങ്ങൾ കൊടുക്കണം അന്ന് പറയാറുണ്ട്. ആ ഒരു പാട്ട് നോക്കി എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വരി എഴുതിയത്. ഇന്നും തയക്കമെന്ന എണ്ണി പാറമ്മ, ഇന്നും തയക്കമെന്ന എണ്ണി പാറമ്മ, இந்த இக வாழ்வு நிலையல்ல உணர்ந்து கொள்ளம்மா. இன்னும் தயக்கமென்ன எண்ணி பாரம்மா, இன்னும் தயக்கமென்ன எண்ணி பாரம்மா, இந்த இக வாழ்வு நிலையல்ல உணர்ந்து கொள்ளம்மா. உண்மை தீன் வழியை மறந்ததேனம்மா, உண்மை தீன் வழியை மறந்ததேனம்மா, அந்த உத்தமியாம் பாத்திமா போல் வாழ்ந்து காட்டம்மா, வாழ்ந்து காட்டம்மா. பாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. இன்னும் தயக்கம் என்ன എണ്ണിപ്പാരമാ, ഇന്നും തയക്കം എന്തിനാണ് നീ മടിച്ചു നിൽക്കുന്നത് പെണ്ണെ? എണ്ണിപ്പാരം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. இந்த ഇകവാழ்വ് നിലയല്ല ഉണർന്നു കൊള്ളമ്മ. ഈ ജീവിതവും ഈ ഫേസ്ബുക്കും ഈ പറഞ്ഞ വാട്സപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ അന്നേ ദീർഘവീക്ഷണത്തോടെ ഈ കവി. ഇതൊന്നും ഒരു നിലയായ ശ്വാസമല്ല. ഇന്നും നിലയല്ല ഉണർന്നു കൊള്ളുമ്മ. ഉണ്മൈ ദീൻ വഴിയെ, ദീനിന്റെ സത്യസന്ധമായ ദീൻ വഴിയെ മറന്നതേനമ്മ, എന്തുകൊണ്ട് നീ മറന്നു മോളെ? அந்த ഉത്തമയാം ഫാത്തിമ പോൽ ജീവിക്കാൻ പഠിക്കും. എന്തുകൊണ്ട് നീ മറന്നു ആ സംഭവം? ആ സംഭവത്തിലെ ഫാത്തിമയെ പോലെ ജീവിക്കാൻ പഠിക്കുമോളെ എന്ന് പറഞ്ഞ് പാടിയ പാട്ട് മറക്കാൻ സാധിക്കുകയില്ല. ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா.
മകമണമേഴും മണിമലർ മഞ്ചത്തിൽ മയങ്ങിക്കൊണ്ടതിരസ മധുവുണ്ണ മയങ്ങിക്കൊണ്ടതിരസ മധുവുണ്ണ മകിഴ്പെട്ട മലർവാടിൽ കിഴന്നള്ളി വരുന്നല്ല പുതുമാരന് മർഹബ മർഹബ പുതുമാരന് മർഹബ 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 മർഹബ
ഹലോ, നിങ്ങളോട് വാഗ്ദാനം നൽകിയ പോലെ തന്നെ മൺമറഞ്ഞു പോയ ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർ ഈ വണ്ടൂരിൽ ഒരുപാട് പ്രാവശ്യം വന്നവരായിരിക്കാം, മറക്കാൻ സാധിക്കില്ല. അവരൊക്കെ ഓർക്കുന്നതുണ്ട്. ഈ പറഞ്ഞ 10 മിനിറ്റ് കൊണ്ടിൽ തന്നെ നമുക്ക് ആ ഒരു പാട്ടുകളൊക്കെ ഒന്ന് ഒരു നീരണ്ട് വരി ഇവരെ കൊണ്ട് പാടിപ്പിക്കാം. ഒരിക്കലും നിങ്ങളിതിൽ അന്നൊരു വീട്ടിൽ പോകുന്ന സമയത്തേക്ക് മറക്കാൻ സാധിക്കാത്ത പാട്ടുകളാണത്. നമ്മൾ പറഞ്ഞ നമ്മൾ അതിലേക്ക് പോകാം. എല്ലാവരുടെ സമ്മതത്തോടു കൂടിയിട്ട് എല്ലാ ഗായകന്മാരെയും വിളിക്കുന്നു. ഗായകന്മാർ ഓക്കെ. പാട്ടിൻ്റെയും കവിതയുടെയും വഴിയിൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായ സഞ്ചാരം നടത്തിയ എഴുത്തുകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ. അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഇന്ന് നാം മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികളെ ആദരിച്ചു. പ്രഗത്ഭരായ രചയിതാക്കളുടെയും ഗായകരുടെയും ഗാനങ്ങൾ ആവർത്തിച്ചു. ഇനി വന്നു ചേർന്ന 7 ഗായകരും 16 പ്രതിഭാധനരായ കലാകാരന്മാരെ ഇവിടെ ഓർത്തെടുത്ത് പാടുകയാണ്. ഈ പാട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. AV മുഹമ്മദ് കയുടെ ഗാനത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. യെസ്. ബിസ്മിയും ഹംദും സലാത്തും പിണ്ടതിയിൽ പിന്നെ ബന്ധുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടതാഗ്രഹ പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ ബിസ്മിയും ഹംദും സലാത്തും പിണ്ടതിയിൽ പിന്നെ ബന്ധുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ. എരഞ്ഞോളി മൂസക്കയെ നമ്മുടെ ഏറ്റവും പ്രഗത്ഭനായ ഗായകനെ നമുക്ക് തന്നത് ഒറ്റ പാട്ടിലൂടെയാണ്. അത് നമുക്കറിയാം, മേറാജ് രാവിലെ കാറ്റ്. പ്രിയപ്പെട്ട PT അബ്ദുറഹിമാന്റെയും ചാന്ദ് പാഷയുടെയും സംഗീത സംവിധാനത്തിലാണ്, PT-യുടെ രചനയിലാണ് മേറാജ് രാവിലെ കാറ്റ്. മേറാജ് രാവിലെ കാറ്റേ മരുഭൂമി തണുപ്പിച്ച കാറ്റേ മേറാജ് രാവിലെ കാറ്റേ മരുഭൂമി തണുപ്പിച്ച കാറ്റേ മേറാജ് രാവിലെ കാറ്റേ മരുഭൂമി തണുപ്പിച്ച കാറ്റേ കരളിൽ കടക്കുന്ന കുളിരായി തുടിക്കുന്ന കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ മേറാജ് രാവിലെ കാറ്റേ മരുഭൂമി തണുപ്പിച്ച കാറ്റേ മരുഭൂമി തണുപ്പിച്ച കാറ്റേ. പീർ മുഹമ്മദ് സാഹിബിനെ മറക്കാൻ സാധിക്കില്ല. പീർക്ക് ഈ കഴിഞ്ഞ മാസം കോഴിക്കോട് വെച്ച് വലിയൊരു ആദരവ് മാപ്പിളപ്പാട്ട് ലവേഴ്സ് കൊടുത്തിരുന്നു. ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. ഈ പ്രായത്തിലും അദ്ദേഹത്തിന് അസുഖമുണ്ടെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മൾക്ക് മലയാളിക്ക് നൽകിയ ഒരുപാട് ഗാനങ്ങൾ ഉണ്ട്, മറക്കാൻ സാധിക്കില്ല. ഇപ്പോഴും ഇൻഷാ അല്ലാഹ് ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം ഈ സംഗമത്തിൽ പീർക്കെ നമുക്ക് കൊണ്ടുവരണം, ഇവിടെ ആദരിക്കണം എന്ന ആഗ്രഹമുണ്ട്. തീർച്ചയായും മാപ്പിളകല പുലിക്കോട്ടിൽ ഹൈദർ സ്മാരകം തീർച്ചയായും അതിനുള്ള മുൻകൈ എടുക്കും എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് പീർക്കയെ ഉള്ള പാട്ടാണ് പേരുന്നത് മലർക്കൊടിയെ എന്ന പാട്ട് അത്തുവിനോട് പാടാൻ ആഗ്രഹിക്കുന്നു. നീലനദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ അവളുടെ പുഞ്ചിരിയാലെ എൻ്റെ അടിതളന്നേ മലർക്കൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വന്നുള്ളൊരു പെണ്ണിനെ കണ്ടു അവളുടെ സുന്ദരമാം കൺകോണിൽ ഉമർക്കവും കണ്ടേ. കഥാപ്രസംഗ രംഗത്ത് സജീവമായിരുന്ന ഗായികയാണ് ഐഷ ബീഗം. ഐഷ ബീഗത്തിന്റെ അഹദായവനെ സമതായവനെ എന്ന ഗാനം ഏറെ പ്രശസ്തമാണ്. ഫാരിഷയാണത് നമുക്ക് വേണ്ടി ആലപിക്കുന്നത്. അഹദായോനേ
ആലപ്പുഴയിൽ നിന്ന് കഥാപ്രസംഗത്തിലൂടെ മാപ്പിളപ്പാട്ടിലേക്ക് വന്ന 2 പേർ. ഒന്ന് ഐഷാത്തയാണെങ്കിൽ മറ്റൊന്ന് റംലത്തയാണ്. റംലാബീഗത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗാനമാണ് ഇരുലോകം. മനോഹരമായ ശബ്ദത്തിനുടമയാണ് റംലാബീഗം. റംലത്തയുടെ ഇരുലോകം പാടുന്നത് തീർത്ഥയും അനാമികയും. ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരേദേശമെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരേദേശമെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ ചൊന്നവർ മന്നർ വീങ്കരമേറ്റി എന്നോട് എൻ കൊതിയെന്നു ചൊച്ചാട്ടി മുന്നീട കിഴവം നോകൾ പോറ്റി പോറ്റിയുടെ പരതവൻ പ്രിയമോടെ ഹബീബുല്ലാവേ പോലീശ കടലുട നിരകരം റസൂലുള്ളാവേ ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരേദേശ വെളിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. കഴിഞ്ഞ വർഷം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ എം കുഞ്ഞുമൂസ് മറക്കാൻ ഒരുപാട് നേരത്തെ പാടി ദറജപ്പൂമുള്ള റഹനയും അതേപോലെ തന്നെ ഷെരീഫ് പാടി ഹിറ്റാക്കിയ ഒരുപാട് പാട്ടുകളുണ്ട്. മറക്കാൻ സബോജ രാജാവെ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് എൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും ക്ഷണിക്കുന്നു പള്ളി മിനാരത്തിൽ നിന്ന് ഗാനത്തിൽ. പള്ളി മിനാരത്തിൽ നിന്നും പറക്കുന്ന വെള്ളിപ്പിറാവുകളെ പള്ളി മിനാരത്തിൽ നിന്നും പറക്കുന്ന വെള്ളിപ്പിറാവുകളെ പക്കം കണ്ടോ മദീന കണ്ടോ മുത്തുനബിയുടെ റൗള കണ്ടോ മുത്തുനബിയുടെ റൗള കണ്ടോ പള്ളി മിനാരത്തിൽ നിന്നും പറക്കുന്ന വെള്ളിപ്പിറാവുകളെ KG സത്താർക്കയാണ് അടുത്തതായി വരുന്നത്. ചരാചര സൃഷ്ടിക്ക് എന്ന ഈ ഗാനം IP സിദ്ദീഖ് പാടുന്നു. ആദ്യം ഉയരിട്ട ആദം നബിയും ആദ്യം ഉയരിട്ട ആദം നബിയും അവതാരൻ ഈസാ നബിയും അവകാശി തൗറാത്തിൻ മൂസാ നബിയും അഴകില്ലതുല്യനാം യൂസുഫ് നബിയും ഇവരെല്ലോരെ സൃഷ്ടിക്കും കാരണഭൂതൻ പരാപരൻ അല്ലാഹുവിന്റെ ദൂരൻ ചരാചര സൃഷ്ടിക്ക് കാരണഭൂതൻ പരാപരൻ അല്ലാഹുവിന്റെ ദൂരൻ ചരാചര സൃഷ്ടിക്ക് കാരണഭൂതൻ പരാപരൻ അല്ലാഹുവിന്റെ ദൂരൻ. തൻ്റെതായ ശൈലിയിലൂടെ തൻ്റെതായ ഒരു ശബ്ദത്തിനുടമയായ MA അസീസ്ക ഒട്ടനവധി ആരാധകരുള്ള ഗായകനാണെന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പ്രസിദ്ധമാണ്. ഇവിടെ ഉടയോൻ പഠിച്ചവരെ എന്ന ഗാനം. അദ്ദേഹത്തിൻ്റെ മറ്റു പാട്ടുകളൊക്കെ ആലപ്പുഴക്കാരാണ് എഴുതിയത്. ഈ പാട്ട് മലപ്പുറത്തുകാരൻ ഒരാൾ എഴുതിയതാണ്. ആ പാട്ടാണ് ഇവിടെ മമ്മാലി പാടുന്നത്. 5 നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാൻ അഹദോൻ വിധിച്ചു റമദാനിൽ നോമ്പ് നോൽക്കാൻ 5 നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാൻ അഹദോൻ വിധിച്ചു റമദാനിൽ നോമ്പ് നോൽക്കാൻ ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ ഉടയോൻ പടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ ഉടയോൻ
തലശ്ശേരി ഉമ്മർക്കാൻ നമുക്ക് മറക്കാൻ സാധിക്കില്ല. 3-4 പാട്ടുകളാണെങ്കിലും ഒരുപാട് നല്ല ഹിറ്റുകൾ കൊടുത്ത ഉമ്മർക്കാൻ മറക്കാൻ സാധിക്കില്ല. ചേലത്തൊളിവളി ആയിക്കോട്ടെ, കൊടുമുല്ല ചിരിയുള്ള പാട്ടായിക്കോട്ടെ, അഴകാർ മോഹം, എത്ര പാട്ടുകൾ പറയാം. നമുക്കിവിടെ പാടാൻ പോകുന്നത്, പാടുന്നത് ചേലത്തൊളിവളിയാണ്. ചേലത്തെളിവൊളി മണിമാലയടിച്ചിട്ട് താടിച്ചിരിക്കുന്ന സുഹറാവി, നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി. ചേലത്തെളിവൊളി മണിമാലയടിച്ചിട്ട് താടിച്ചിരിക്കുന്ന സുഹറാവി, നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി. മാപ്പിളപ്പാട്ടിനെ സമ്പന്നമാക്കിയ മറ്റൊരു ഉമ്മറുണ്ട്. അത് MP ഉമ്മർ കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ അമ്പിയ രാജശിരോമണി എന്ന ഗാനം IP ആലപിക്കുന്നു. അമ്പിയ രാജശിരോമണി താഹാതങ്ങൾ ഹദറത്തിൽ, അമ്പിയ രാജശിരോമണി താഹാതങ്ങൾ ഹദറത്തിൽ, നബിയുടെ സല്ലല്ലാഹു സലാം അലൈക്കുമേ. അക്കൊടി ദീപം കണ്ട് മറഞ്ഞാറോ നാച്ചേരിന്റെ മദീനത്തേക്കൊന്നെത്തിക്കേണമേ. അമ്പിയ രാജശിരോമണി താഹാതങ്ങൾ ഹദറത്തിൽ, നബിയുടെ സല്ലല്ലാഹു സലാം അലൈക്കുമേ. അക്കൊടി ദീപം കണ്ട് മറഞ്ഞാറോ നാച്ചേരിന്റെ മദീനത്തേക്കൊന്നെത്തിക്കേണമേ. പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാക്കിയ ഒരു ഗായകനുണ്ട്. കുറച്ച് പാട്ടേ പാടിയിട്ടുള്ളൂ. ഈ അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ ഹമീദ് ഷർവാനി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ MA റഹീം മൗലവി കുറ്റിയാടിയുടെ പാട്ടുകളാണ് അദ്ദേഹം കൂടുതലും പാടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമാണ് മാപ്പിളപ്പാട്ടിലൊരു 10 എവർഗ്രീൻ സോങ്സ് എടുത്താൽ അതിലൊന്നാണ് ഉണ്ടോ സഖി ഒരു കുലമന്ദിരി. ഇവിടെ അത് മമ്മാരി പാടും. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ, കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ, കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. നമുക്കൊരു ഗായകൻ ഉണ്ടായിരുന്നു, ചാവക്കാട് റഹ്മാൻ, മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിലും ഈ ഒരു പാട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് പാടുന്ന ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന ആ പാട്ട് എല്ലാവരും ചേർന്ന് ഹൈ പിച്ചാണ്, എനിക്കറിയാം. അല്ലാഹു അക്ബർ എന്ന ിക്കൽ മൊയ്തീന്റെ ഗാനമാണ് അഹദായി റബ്ബും നീ എന്ന ഗാനം. ഈ ഗാനം IP സിദ്ദീഖ് ആലപിക്കുന്നു. അഹദായേ റബ്ബും നീയേ, അഹദായേ റബ്ബും നീയേ, ആരിലും ഹുക്കും നീയേ, റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ. അഹദായേ റബ്ബും നീയേ, ആരിലും ഹുക്കും നീയേ, റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ. പീർക്കയുടെ ഒരു ഹിറ്റും കൂടി പാടേണ്ട സമയമുണ്ട്. ശരിക്കും ഒറിജിനൽ പാടാൻ വിചാരിച്ചാണ്, പക്ഷേ സമയമില്ലാത്തതിന് പേരിൽ അത് 2 വരി പാടാൻ വേണ്ടി മമ്മാലിയും തീർച്ചയായും ക്ഷണിക്കുന്നു. പടവാള് മൊഴിയുള്ള അത് പാടാതൊരു ഗാനമേളയിൽ പോകുന്നതിൻ്റെ വളരെ വിഷമമുള്ള കാര്യമാണ്. ആ പാട്ട് പാടാൻ വേണ്ടി 2 വരി ക്ഷണിക്കുന്നു. പടവാട് മിഴിയുള്ളോട് പദവും ചിരിയുള്ള പൂങ്കണിത്തേവേ, പടവാട് മിഴിയുള്ളോട് പദവും ചിരിയുള്ള പൂങ്കണിത്തേവേ, നീക്കുണ്ട് പയ്യൽ പീരായത്തിൽ ഒത്തോരു മീത്ത് കളിത്തും കൊണ്ട് ഒരുവൻ കുറ്റോരു വാക്ക് ഞാൻ തെറ്റില്ലാതെ.
ഒരുവൻ ഉറ്റോരു വാങ്ങി ഞാൻ തെറ്റിടാതെ കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു. ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദ പൂത്ത് വിടർന്നിരുന്നു. പാമ്പുമല കണ്ട പൂങ്കാറ്റേ കാരക്ക നീ കൊണ്ട് വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുവൂരും കിസ്സ പറഞ്ഞാട്ടെ മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂവല്ലേ മധുരപ്പാരീനേ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ മധുവർണ്ണ പൂവല്ലേ നറുനിലാവോളല്ലേ മധുരപാരീനേ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ പാടി പിരാടുന്ന പൂങ്കുയില് നല്ല പാവനതീനിന്റെ നിശരേ കാളിളകും കൂട്ടത്തില് പുണ്യ കരിമത്തുറപ്പിച്ച പൂരടെ ആഴിവിലാണെന്ന പൂങ്കുയില് പണ്ട് പാവനതീന് ഈശ്വരേ കാളിളകും കൂട്ടത്തില് പുണ്യ കരിമത്തുറപ്പിച്ച പൂരടെ യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ പൊളിയായി യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ പൊളിയായി അഴകാർ മുഹമ്മദിൻ ശീലവും കോലവും അന്തസ്സും നേരും നെറിയും സകലവും വഴിവോരെ കണ്ട് ഖദീജ വിയാസിച്ചു കൽബിൽ നിറയെ കനത്ത ബോധി വെച്ചു മുഹമ്മദിൻ ശീലവും കോലവും അന്തസ്സും നേരും നെറിയും സകലവും വളമാം ഹൈറാനക്കിനാവ് കണ്ട
இருக்குதடி கண்ணாடி மூக்குத்தி மாணிக்க செவப்பு பச்சான இருக்குதடி என்னடி ராக்கம்மா பல்லாக்கு நெருப்பு செந்தெஞ்சி குலுக்குதடி அலை கண்ணாடி மூக்குத்தி மாணிக்க செவப்பு பச்சான இருக்குதடி பின்னாலே வாரே நீ முன்னாலே போனா நான் பின்னாலே வாரே நீ முன்னாலே போனா நான் பின்னாலே வாரே நீ முன்னாலே போனா நான் பின்னாலே வாரே கட்ட புள்ள குட்ட புள்ள கருக மணி போட்ட புள்ள நாக்கு செவந்த புள்ள கண்ணம்மா கட்ட புள்ள குட்ட புள்ள கருக மணி போட்ட புள்ள நாக்கு செவந்த புள்ள கண்ணம்மா இனி நான் தானே ஓ புருஷன் கண்ணம்மா என்னடி முனியம்மா ஓ கண்ணிலே வைக்கி யாரு வச்ச வைக்கி இது நான் வச்ச வைக்கி நீ முன்னாலே போனா நான் பின்னாலே வாரேன் கட்ட புள்ள குட்ட புள்ள கருக மணி போட்ட புள்ள நாக்கு செவந்த புள்ள கண்ணம்மா இனி நான் தானே ஓ புருஷன் கண்ணம்மா என்னடி முனியம்மா ஓ கண்ணிலே வைக்கி யாரு வச்ச நெஞ்சு இது நான் வச்ச மைக்கு நீ முன்னாலே போனா நான் பின்னாலே வாரே நீ முன்னாலே போனா நான் பின்னாலே வாரே கண்ணங்காரு தகிலி கட்டழகன் தொட்டகிலி அண்ணன் நடை போட்டானடி என் செல்லம்மா சொன்ன மொழி கேட்டானடி கண்ணங்காரு தகிலி கட்டழகன் தொட்டகிலி அண்ணன் நடை போட்டானடி என் செல்லம்மா சொன்ன மொழி கேட்டானடி தயரதையா 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 தன்னானே தன்னானே தயரதையா தன்னானே தயரதையா 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 தன்னானே தன்னானே தயரதையா தன்னானே അരികലക്കി ചുട്ടപ്പം അതിൽ വരും നെയ്യപ്പം അരികലക്കി ചുട്ടപ്പം അതിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനക വരും ഇടിയപ്പം മധുരമുള്ള കലത്തപ്പം മനക വരും ഇടിയപ്പം ഒരുങ്ങി ചെറു നെയ്യലുവ മണിയറയിൽ കൊട്ടുവെച്ച് ഒരുങ്ങി ചെറു നെയ്യലുവ മണിയറയിൽ കൊട്ടുവെച്ച് നീന്നും പറഞ്ഞുകൊണ്ട് മരുമോനെ തീറ്റുന്ന പൊന്നമ്മായി നല്ല ലിവറമ്മായി നല്ല കരളമ്മായി നല്ല മുത്തമ്മായി നമ്മുടെ പൊന്നാരമായി വണ്ടൂരിലെ പൊന്നാരമായി പാടും ചട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടി അപ്പങ്ങൾ ഓരോ തരം അറിയിൽ ചുമന്ന് നടന്നമ്മായി മകളാടെ ഉസുരുണ്ടമാൽ പുന്നാര താളം മികന്ന വിരി ദേവകൾ വെച്ച് മണി ചിത്തിരം ആഭരണ പോവ അണിந்த വിരി മകളാടെ ഉസുരുൽ ജമാൽ പുന്നാര താളം മികന്ന വിരി ദേവകൾ വെച്ച് മണി ചിത്തിരം ആഭരണ പോവ അണിந்த വിരി അടുത്ത് ജനഗണമനയാണ് ഇനി അനുവദിക്കണം ഞാൻ അതിക്രമിച്ച് 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് കൂടുതലെടുത്തതിൽ ക്ഷമിക്കണം അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത വർഷം സാന്ദ്ര സംഗീതത്തിന്റെ സമോഹന സായുജ്യം സമ്മാനിച്ച ഒരു സായാഹ്നം ഇങ്ങ് രാവ് പിന്നിട്ട് പാതിരിയിലെത്തി നിൽക്കുകയാണ്. പാട്ടിന്റെ ഒരു വലിയ കെട്ട് തന്നെയാണ് ഇവിടെ പൊട്ടിച്ചിതറിയത്. തീർച്ചയായിട്ടും ഇത് സാധ്യമാക്കിയത് ഈസക്ക എന്ന ഈ വ്യക്തിയുടെ നിരന്തരമായ പരിശ്രമമാണ് എന്ന് വണ്ടൂർക്കാർ തിരിച്ചറിഞ്ഞു. ഞാനല്ല പറയുന്നത്, വണ്ടൂർക്കാർ, ഈ നാട്ടുകാരിതാ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈസക്കയെ ഈ നാട് ആദരിക്കുകയാണ്. ഈ സന്ദർഭത്തിന്റെ ചൈതന്യം അത് തന്നെയാണ്. നാട്ടിന്റെ പ്രതിനിധികൾ ഈസക്കയെ പൊതിയുകയാണ്. തീർച്ചയായിട്ടും സ്നേഹം കൊണ്ടാണ് പൊതിയുന്നത്. ഈ ആദരവിന്റെ പൊന്നാട കൊണ്ടുകൂടിയാണ് പൊതിയുന്നത്. ഒരിക്കലും മറക്കാത്ത സംഗീതത്തിന്റെ ഒരു രാവ് വണ്ടൂരിന് സമ്മാനിച്ച പ്രിയങ്കരനായ ഈസക്ക. പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ തീർച്ചയായിട്ടും കാലം മറക്കാത്ത സംഗീതം പകർന്നു. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ശുഭരാത്രി. गुजरात
ഒരിക്കൽ കൂടി 1000 നന്ദികൾ ഞങ്ങൾ ഈ കലാകാരന്മാർ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് നിങ്ങളോട് പറയുന്നു. ഇതുപോലെ സാധനങ്ങൾ ഇനിയും നമുക്ക് വരും കാലങ്ങളിൽ നമുക്ക് നിൽക്കാം. ഒരു കുളിക്കോട്ടിൽ ഹൈദറിൻ്റെ ഈ പറഞ്ഞ സ്മാരകത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക പരിപാടികൾ വരാൻ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ കിട്ടിയ ഒരു പൊക്കിഷമാണ്, നിങ്ങളുടെ നാട്ടിൽ കിട്ടിയ വലിയൊരു സംരംഭമാണ്. നിങ്ങളെല്ലാവരും നെഞ്ചിൽ വെച്ചുകൊണ്ട് അതിനെ വലിയൊരു വിജയമാക്കി തരണം. ആ ഒരു മന്ദിരത്തിൽ നടക്കുന്ന ആ ഒരു കലാപ്രകടന കേന്ദ്രത്തെ എല്ലാവരും അകവഴിഞ്ഞ് സഹായിക്കണം എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. കൊളത്തൂർ മൗലവി അവരുടെ ഇത് സാക്ഷാത്കരിക്കപ്പെടാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരടക്കം സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ജാതിപത ഭേദമന്യേ വിഭാഗീയതയില്ലാതെ കക്ഷി രാഷ്ട്രീയമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്രയും വലിയ സംരംഭത്തിനെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള കൃതജ്ഞത നന്ദി ഞങ്ങൾ ഈ എളിയവൻ ഞങ്ങൾ എല്ലാവരും പ്രവാസികളും നിങ്ങൾക്ക് ആകെ പ്രാർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത്രയും സംരംഭങ്ങളൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പ്രവാസികളുടെ നല്ല മനസ്സുകൊണ്ടും അവരുടെ കഴിവുകൊണ്ടും അവർ നിങ്ങളോട് ഈ മണ്ണിനോട് കാണിക്കുന്ന സ്നേഹം കൊണ്ടാണ്. അവർക്ക് വേണ്ടി ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വണ്ടൂർ മണ്ണിനെ കലയും കായികത്തെയും സ്നേഹത്തെയും ജീവകാരണത്തെയും നെഞ്ചിലേറ്റിയ ഈ മണ്ണിനെ ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരും നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്.